എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നമ്മൾ കാത്തിരുന്ന പെൻഷൻ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഉൾപ്പെടെയുള്ള പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യം മസ്റ്ററിംഗ് അറിയിപ്പ് തന്നെയാണ്. കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചു. നാളെ 2026 ജൂലൈ 17-ാം തീയതി മുതൽ സംസ്ഥാനത്തെ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുന്നതാണ്. 2026 സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിർബന്ധമായും തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിങ്ങിന് അക്ഷയയെ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പെൻഷൻ ID നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ, പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവ കൊണ്ടാണ് മസ്റ്ററിങ്ങിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തേണ്ടത്. സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്തവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യവും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അക്ഷയയിൽ ഈ വിവരം അറിയിക്കുകയാണ് എങ്കിൽ ജീവനക്കാർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. അതേസമയം ക്യാമ്പുകളിലൂടെയും മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടാകും. അതിന് നിങ്ങളുടെ തദ്ദേശ സ്ഥാപന വാർഡ് മെമ്പർ, അതായത് പഞ്ചായത്ത് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ ഇവരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അതുപോലെ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയും ഇത് തന്നെയാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് എങ്കിൽ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് അതാത് ക്ഷേമനിധി ഓഫീസിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ വരും വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി മറ്റ് പെൻഷൻ അറിയിപ്പുകൾ നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് PD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 മാസം പെൻഷൻ വിതരണം നടന്നു. അതിനുശേഷം ഇനി 3ാമത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത്. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ജൂലൈ 21-ാം തീയതി ചൊവ്വാഴ്ച നടക്കും. മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടമെടുപ്പ് നടക്കും. പണം എത്തിക്കഴിഞ്ഞാൽ 22-ാം തീയതി 23-ാം തീയതിക്കായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണവിതരണം നടക്കും എന്നാണ് കൃത്യമായിട്ടുള്ള ഡേറ്റ്. അതിനു മുമ്പ് അറിയിക്കുന്നതാണ്. ഉത്തരവ് വന്നാൽ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഉണ്ടാകുക. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സാധാരണ ലഭിക്കുന്നത് പോലെ 20-ാം തീയതിക്ക് ശേഷമായിരിക്കില്ല, അതിന് മുമ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓണത്തിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും. 2 മാസത്തേതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അത് ഉറപ്പിച്ച് പറയാനൊന്നും ആയിട്ടില്ല. ഒരു ഉറപ്പും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. എന്തായാലും 1 മാസത്തെ ഉറപ്പാണ്, പക്ഷേ 2 മാസത്തേതാണ് ഉണ്ടാകുക. നേരത്തെ ലഭിക്കും എന്നുള്ളതാണ്. 4000 രൂപയായിരിക്കും 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും എത്തിച്ചേരുക എന്നുള്ളതാണ്. മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യമാണ്. ഓണത്തിന് കിട്ടുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. പക്ഷേ ഇല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയതിന് ശേഷം, അതായത് സർക്കാരിനെ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അത് വിതരണം ആരംഭിക്കുക. ഇതിന്റെ പ്രധാന കാരണം തുടങ്ങിയ സർക്കാർ LDF സർക്കാരാണ് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങി, മാർച്ചിലും കൊടുത്തു. പിന്നെ ഏപ്രിൽ മാസത്തിനും പിണറായി സർക്കാർ തന്നെയായിരുന്നു. അവരത് നിർത്തിയിട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത്. നേരെ മറിച്ച് പിണറായി സർക്കാർ അത് അവരുടെ ഭരണകാലത്തിൽ മുഴുവൻ നിർത്താതെ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഈ പുതിയ സർക്കാർ അത് നിർത്താതെ തന്നെ തുടർന്നു കൊണ്ടുപോകുമായിരുന്നു. അത് ഈ ഒരു പുതിയ സർക്കാരിന് നിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. തുടങ്ങിയതും നിർത്തിയതും പിണറായി സർക്കാർ ആയതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ അത് പെട്ടെന്ന് തുടങ്ങുകയില്ല എന്നുള്ളത് തന്നെയാണ് വിവരം. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതും ഓണത്തിന് 2 മാസത്തെയോ 3 മാസത്തെയോ ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണുള്ളത്. പ്രവാസി പെൻഷനും കുടിശ്ശിക ഓണത്തിനോടനുബന്ധിച്ച് തീർത്ത് കൊടുക്കും എന്നുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കാത്തിരുന്ന് കാണാം. അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ്. കൃത്യമായിട്ടുള്ള അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.